അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപതിമാർ. ഈ വീഡിയോയിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപതിമാരെ പരിചയപ്പെടാം. ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ സർവ്വസൈന്യാധിപനായിരുന്ന ഇദ്ദേഹം ബ്രിട്ടനെതിരെ അമേരിക്കൻ ഐക്യനാടുകളുടെ സൈന്യത്തെ നയിച്ച് വിജയം നേടി. പ്രസിഡന്റിൻ്റെ കാലാവധി 1789 ഏപ്രിൽ 30 മുതൽ 1797 മാർച്ച് 4 വരെ. ജോൺ ആഡംസ്. ജോൺ ആഡംസ് US-ലെ രണ്ടാമത്തെ പ്രസിഡന്റും ആദ്യത്തെ വൈസ് പ്രസിഡന്റുമായിരുന്നു. കർഷകനായ ജോണിൻ്റെയും സൂസന്ന ബോയ്സ്റ്റണിൻ്റെയും പുത്രൻ. പ്രസിഡന്റിൻ്റെ കാലാവധി 1797 മാർച്ച് 4 മുതൽ 1801 മാർച്ച് 4 വരെ. തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു തോമസ് ജെഫേഴ്സൺ. ഐക്യനാടുകളുടെ മുഖ്യ സ്ഥാപക പിതാക്കളിൽ ഒരാളും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ശില്പിയുമാണ് ഇദ്ദേഹം. പ്രസിഡന്റിൻ്റെ കാലാവധി 1801 മാർച്ച് 4 മുതൽ 1809 മാർച്ച് 4 വരെ. ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ നാലാമത്തെ രാഷ്ട്രപതിയായിരുന്നു ജെയിംസ് മാഡിസൺ. ജൂനിയർ അമേരിക്കയിലെ രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയകാര്യ സൈദ്ധാന്തികനുമായ ഇദ്ദേഹത്തെ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ഐക്യനാടുകളുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്ക് വഹിക്കുകയും ബിൽ ഓഫ് റൈറ്റ്സ് എഴുതിയുണ്ടാക്കുകയും ചെയ്തു. പ്രസിഡന്റിൻ്റെ കാലാവധി 1809 മാർച്ച് 4 മുതൽ 1817 മാർച്ച് 4 വരെ. ജെയിംസ് മൺറോ. അമേരിക്കൻ ഐക്യനാടുകളുടെ അഞ്ചാമത്തെ പ്രസിഡന്റായിരുന്നു ജെയിംസ് മൺറോ. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. പ്രസിഡന്റിൻ്റെ കാലാവധി 1817 മാർച്ച് 4 മുതൽ 1825 മാർച്ച് 4 വരെ. ജോൺ ക്വിൻസി ആഡംസ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആറാമത്തെ പ്രസിഡന്റാണ് ജോൺ ക്വിൻസി ആഡംസ്. അമേരിക്കയിലെ രണ്ടാമത്തെ പ്രസിഡന്റായ ജോൺ ആഡംസിൻ്റെയും അബിഗെയിലിൻ്റെയും പുത്രൻ. 1825 മുതൽ 1828 വരെ പ്രസിഡന്റായിരുന്നു. ആൻഡ്രൂ ജാക്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ഏഴാമത്തെ പ്രസിഡന്റായിരുന്നു ആൻഡ്രൂ ജാക്സൺ. ആൻഡ്രൂവിന് 13 വയസ്സുള്ളപ്പോൾ ജ്യേഷ്ഠൻ റോബർട്ടിനോടൊപ്പം അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ചേർന്നു. പ്രസിഡന്റിൻ്റെ കാലാവധി 1829 മാർച്ച് 4 മുതൽ 1837 മാർച്ച് 4 വരെ. മാർട്ടിൻ വാൻ ബ്യൂറൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ എട്ടാമത്തെ പ്രസിഡന്റായിരുന്നു മാർട്ടിൻ വാൻ ബ്യൂറൻ. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ മാർട്ടിൻ 1833 മുതൽ 1837 വരെ അമേരിക്കയുടെ 8ാമത് വൈസ് പ്രസിഡന്റായിരുന്നു. പ്രസിഡന്റിൻ്റെ കാലാവധി 1837 മാർച്ച് 4 മുതൽ 1841 മാർച്ച് 4 വരെ. വില്യം ഹെൻറി ഹാരിസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 9ാമത്തെ പ്രസിഡന്റായിരുന്നു വില്യം ഹെൻറി ഹാരിസൺ. അമേരിക്കൻ മിലിറ്ററി ഓഫീസറും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തിരിക്കെ മരണപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റാണ്. പ്രസിഡന്റിൻ്റെ കാലാവധി 1841 മാർച്ച് 4 മുതൽ 1841 ഏപ്രിൽ 4 വരെ.
ജോൺ ടെയ്ലർ. അമേരിക്കൻ ഐക്യനാടുകളുടെ 10ാമത്തെ പ്രസിഡന്റായിരുന്നു ജോൺ ടെയ്ലർ. അമേരിക്കയുടെ 10ാമത്തെ വൈസ് പ്രസിഡന്റും ജോൺ ടെയ്ലർ ആയിരുന്നു. വില്യം ഹെൻറി ഹാരിസന്റെ മരണത്തെ തുടർന്ന് ആ സമയത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ജോൺ ടെയ്ലറെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഔദ്യോഗിക കാലം ഏപ്രിൽ 4, 1841 മുതൽ മാർച്ച് 4, 1845 വരെ. ജെയിംസ് നോക്സ് പോൾക്ക്. അമേരിക്കൻ ഐക്യനാടുകളുടെ 11ാമത്തെ പ്രസിഡന്റായിരുന്നു ജെയിംസ് നോക്സ് പോൾക്ക്. മുൻപ് അദ്ദേഹം പ്രതിനിധി സഭയിലെ സ്പീക്കറും ടെന്നസി ഗവർണറും ആയിരുന്നു. പ്രസിഡന്റിന്റെ കാലാവധി 1845 മാർച്ച് 4 മുതൽ 1849 മാർച്ച് 4 വരെ. സാഖരി ടെയ്ലർ. സാഖരി ടെയ്ലർ അമേരിക്കയുടെ 12ാമത്തെ പ്രസിഡന്റായിരുന്നു. ചുരുങ്ങിയ കാലം മാത്രമേ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നുള്ളൂ. സൈനികനായാണ് തുടക്കം. 1849 മാർച്ച് 5 മുതൽ 1850 ജൂലൈ 9 വരെ അധികാരത്തിലിരുന്നു. പ്രസിഡന്റായിരിക്കെ 1850 ജൂലൈ 9 ഇദ്ദേഹം വാഷിംഗ്ടൺ DC-യിൽ മരണമടഞ്ഞു. വില്യം ഹെൻറി ഹാരിസണും ജെയിംസ് ഗാർഫീൽഡിനും ശേഷം ഏറ്റവും കുറച്ചുകാലം അധികാരത്തിലിരുന്ന പ്രസിഡന്റാണ് ടെയ്ലർ. മില്ലാർഡ് ഫിൽമോർ. അമേരിക്കൻ ഐക്യനാടുകളുടെ 13ാമത്തെ പ്രസിഡന്റായിരുന്നു മില്ലാർഡ് ഫിൽമോർ. 1850 മുതൽ 1853 വരെ അമേരിക്കയുടെ പ്രസിഡന്റായ മില്ലാർഡ് അമേരിക്കയിലെ വിഗ് പാർട്ടിയിൽ നിന്നുള്ള അവസാനത്തെ പ്രസിഡന്റായിരുന്നു. പ്രസിഡന്റിന്റെ കാലാവധി 1850 ജൂലൈ 9 മുതൽ 1853 മാർച്ച് 4 വരെ. ഫ്രാങ്ക്ലിൻ പിയേഴ്സ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 14ാമത്തെ പ്രസിഡന്റായിരുന്നു ഫ്രാങ്ക്ലിൻ പിയേഴ്സ്. പ്രസിഡന്റിന്റെ കാലാവധി 1853 മാർച്ച് 4 മുതൽ 1857 മാർച്ച് 4 വരെ. ജെയിംസ് ബുക്കാനൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ 15ാമത്തെ പ്രസിഡന്റായിരുന്നു ജെയിംസ് ബുക്കാനൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി. പ്രസിഡന്റിൻ്റെ കാലാവധി 1857 മാർച്ച് 4 മുതൽ 1861 മാർച്ച് 4 വരെ. എബ്രഹാം ലിങ്കൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൻ. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയായിരുന്ന അമേരിക്കൻ സിവിൽ യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു എബ്രഹാം ലിങ്കൻ. അമേരിക്കയിലെ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുഖ്യ നായകനായിരുന്നു ഇദ്ദേഹം. പ്രസിഡന്റിൻ്റെ കാലാവധി 1861 മാർച്ച് 4 മുതൽ 1865 ഏപ്രിൽ 15 വരെ. ആൻഡ്രൂ ജോൺസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 17ാമത്തെ പ്രസിഡന്റായിരുന്നു ആൻഡ്രൂ ജോൺസൺ. അബ്രഹാം ലിങ്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റായിരുന്നു ആൻഡ്രൂ ജോൺസൺ. പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി. പ്രസിഡന്റിന്റെ കാലാവധി 1865 ഏപ്രിൽ 15 മുതൽ 1869 മാർച്ച് 4 വരെ. യുള്ളിസസ് എസ് ഗ്രാന്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 18ാമത്തെ പ്രസിഡന്റായിരുന്നു യുള്ളിസസ് എസ് ഗ്രാന്റ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധസമയത്ത് കമാൻഡിംഗ് ജനറലായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം യൂണിയൻ സൈന്യത്തിൻ്റെ വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ചു. പ്രസിഡന്റിൻ്റെ കാലാവധി 1869 മാർച്ച് 4 മുതൽ 1877 മാർച്ച് 4 വരെ.
റദർഫോർഡ് ഹെയ്സ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 19ാമത്തെ പ്രസിഡന്റായിരുന്നു റദർഫോർഡ് ഹെയ്സ്. പ്രസിഡന്റിൻ്റെ കാലാവധി 1877 മാർച്ച് 4 മുതൽ 1881 മാർച്ച് 4 വരെ. ജെയിംസ് ഗാർഫീൽഡ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 20ാമത്തെ പ്രസിഡന്റായിരുന്നു ജെയിംസ് ഗാർഫീൽഡ്. പ്രസിഡന്റിൻ്റെ കാലാവധി 1881 മാർച്ച് 4 മുതൽ 1881 സെപ്റ്റംബർ 19 വരെ. ചെസ്റ്റർ എ ആർതർ. അമേരിക്കൻ ഐക്യനാടുകളുടെ 21ാമത്തെ പ്രസിഡന്റും 20ാമത്തെ വൈസ് പ്രസിഡന്റുമായിരുന്നു ചെസ്റ്റർ എ ആർതർ. പ്രസിഡന്റിൻ്റെ കാലാവധി 1881 സെപ്റ്റംബർ 20 മുതൽ 1885 മാർച്ച് 4 വരെ. ബെഞ്ചമിൻ ഹാരിസൺ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ 23ാമത്തെ പ്രസിഡന്റായിരുന്നു ബെഞ്ചമിൻ ഹാരിസൺ. അമേരിക്കയുടെ 9ാമത്തെ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസന്റെ പൗത്രനായിരുന്നു. ഭരണകാലം 1889 മുതൽ 1893 വരെ. ഗ്രോവർ ക്ലീവലാൻഡ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 22ാമത്തെയും 24ാമത്തെയും പ്രസിഡന്റായിരുന്നു അഭിഭാഷകനായിരുന്ന ഗ്രോവർ ക്ലീവലാൻഡ്. 1893 മാർച്ച് 4 മുതൽ 1897 മാർച്ച് 4 വരെയും 1885 മാർച്ച് 4 മുതൽ 1889 മാർച്ച് 4 വരെയും അമേരിക്കയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. വില്യം മക്കിൻലി. അമേരിക്കയുടെ 25ാമത്തെ പ്രസിഡന്റായിരുന്നു വില്യം മക്കിൻലി. രണ്ടാം ഊഴത്തിന് 6 മാസം ബാക്കി നിൽക്കെ അദ്ദേഹം കൊല്ലപ്പെട്ടു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത അവസാനത്തെ പ്രസിഡന്റായിരുന്നു മക്കിൻലി. പ്രസിഡന്റിൻ്റെ കാലാവധി 1897 മാർച്ച് 4 മുതൽ 1901 സെപ്റ്റംബർ 14 വരെ. തിയോഡോർ റൂസ്വെൽറ്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 26ാമത്തെ പ്രസിഡന്റായിരുന്നു തിയോഡോർ റൂസ്വെൽറ്റ്. എഴുത്തുകാരൻ, വേട്ടക്കാരൻ, പര്യവേഷകൻ എന്നീ നിലകളിലും പ്രശസ്തനായ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു തിയോഡോർ റൂസ്വെൽറ്റ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്ന അദ്ദേഹം 1901 തൻ്റെ 42ാം വയസ്സിൽ പ്രസിഡന്റായി. പ്രസിഡന്റിൻ്റെ കാലാവധി 1901 സെപ്റ്റംബർ 14 മുതൽ 1909 മാർച്ച് 4 വരെ. വില്യം ഹോവാർഡ് ഡാഫ്റ്റ്. വില്യം ഹോവാർഡ് ഡാഫ്റ്റ് US-ന്റെ 27ാമത്തെ പ്രസിഡന്റും 10ാമത് ചീഫ് ജസ്റ്റിസുമായിരുന്നു. US-ൽ ഈ 2 സ്ഥാനങ്ങളും വഹിച്ച ഏക വ്യക്തി. പ്രസിഡന്റിൻ്റെ കാലാവധി 1909 മാർച്ച് 4 മുതൽ 1913 മാർച്ച് 4 വരെ. വുഡ്രോ വിൽസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 28ാമത്തെ പ്രസിഡന്റായിരുന്നു വുഡ്രോ വിൽസൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തോമസ് വുഡ്രോ വിൽസൺ. പ്രസിഡന്റിൻ്റെ കാലാവധി 1913 മാർച്ച് 4 മുതൽ 1921 മാർച്ച് 4 വരെ. വാറൻ ഹാർഡിംഗ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 29ാമത്തെ പ്രസിഡന്റായിരുന്നു വാറൻ ജി ഹാർഡിംഗ്. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും ജനകീയനായ പ്രസിഡന്റായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പ്രസിഡന്റിൻ്റെ കാലാവധി 1921 മാർച്ച് 4 മുതൽ 1923 ഓഗസ്റ്റ് 2 വരെ.
കാൽവിൻ കൂളിഡ്ജ്. അമേരിക്കൻ ഐക്യനാടുകളിലെ 30ാമത്തെ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും അഭിഭാഷകനുമായിരുന്നു കാൽവിൻ കൂളിഡ്ജ്. ഹാർഡിങ്ങിൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്നാണ് അദ്ദേഹം പ്രസിഡന്റായത്. പ്രസിഡന്റിൻ്റെ കാലാവധി 1923 ഓഗസ്റ്റ് 2 മുതൽ 1929 മാർച്ച് 4 വരെ. ഹെർബർട്ട് ഹൂവർ. അമേരിക്കൻ ഐക്യനാടുകളുടെ 31ാമത്തെ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായിരുന്നു ഹെർബർട്ട് ക്ലാർക്ക് ഹൂവർ. പ്രസിഡന്റിൻ്റെ കാലാവധി 1929 മാർച്ച് 4 മുതൽ 1933 മാർച്ച് 4 വരെ. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അമേരിക്കയുടെ 32ാമത്തെ പ്രസിഡന്റായിരുന്നു ഫ്രാങ്ക്ലിൻ ഡിലനോ റൂസ്വെൽറ്റ്. FDR എന്ന ചുരുക്കപ്പേരിൽ സാധാരണ അറിയപ്പെടുന്നു. 4 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം 1933 മുതൽ 1945 വരെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. 2 തവണയിൽ കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രസിഡന്റിൻ്റെ കാലാവധി 1933 മാർച്ച് 4 മുതൽ 1945 ഏപ്രിൽ 12 വരെ. ഹാരി എസ് ട്രൂമാൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ 33ാമത്തെ പ്രസിഡന്റായിരുന്നു ഹാരി എസ് ട്രൂമാൻ. 1945 മുതൽ 1953 വരെയാണ് ഈ പദവിയിൽ പ്രവർത്തിച്ചത്. മുൻഗാമിയായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് 4ാം തവണ പ്രസിഡന്റായതിന് 3 മാസത്തിനു ശേഷം മരണമടഞ്ഞതോടെയാണ് ട്രൂമാൻ ഈ പദവിയിലെത്തിയത്. ഡ്വൈറ്റ് ഐസൻഹോവർ. അമേരിക്കയുടെ 34ാമത്തെ പ്രസിഡന്റും അമേരിക്കയുടെ സൈനിക തലവനുമായിരുന്നു ഡ്വൈറ്റ് ഐസൻഹോവർ. 2ാം ലോകമഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ യൂറോപ്പിലെ പരമാധികാര സൈന്യാധിപൻ ഐസൻഹോവർ ആയിരുന്നു. പ്രസിഡന്റിൻ്റെ കാലാവധി 1953 ജനുവരി 20 മുതൽ 1961 ജനുവരി 20 വരെ. ജോൺ എഫ് കെന്നഡി. അമേരിക്കൻ ഐക്യനാടുകളുടെ 35ാമത്തെ പ്രസിഡന്റായിരുന്നു JFK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺ എഫ് കെന്നഡി അഥവാ ജോൺ ഫിറ്റ്സ് ഗെറാൾഡ് ജാക്ക് കെന്നഡി. 1961 മുതൽ 1963 അദ്ദേഹം വധിക്കപ്പെടുന്നതുവരെ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലുണ്ടായിരുന്നു. ലിൻഡൻ ബി ജോൺസൺ. ലിൻഡൻ ബി ജോൺസൺ അമേരിക്കൻ ഐക്യനാടുകളുടെ 36ാം പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റായിരുന്ന ലിൻഡൻ ജോൺ എഫ് കെന്നഡിയുടെ മരണത്തെ തുടർന്ന് ചുമതലയേറ്റെടുത്തു. 1963 നവംബർ 22 കെന്നഡിയുടെ കാലാവധി തീരും വരെ പ്രസിഡന്റായി തുടർന്നു. പിന്നീട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി 1964 വീണ്ടും അധികാരത്തിൽ വന്നു. പ്രസിഡന്റിൻ്റെ കാലാവധി 1963 നവംബർ 22 മുതൽ 1969 ജനുവരി 20 വരെ. റിച്ചാർഡ് നിക്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 37ാമത്തെ രാഷ്ട്രപതിയാണ് റിച്ചാർഡ് മിൽഹൌസ് നിക്സൺ. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗമായിരുന്ന അദ്ദേഹം 1969 മുതൽ 1974 വരെ അമേരിക്കയുടെ രാഷ്ട്രപതിയായിരുന്നു. ജെറാൾഡ് ഫോർഡ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 38ാമത്തെ പ്രസിഡന്റാണ് ജെറാൾഡ് ഫോർഡ്. ജെറാൾഡ് റുഡോൾഫ് ഫോർഡ് ജൂനിയർ എന്നാണ് പൂർണ്ണനാമം. പ്രസിഡന്റിൻ്റെ കാലാവധി 1974 ഓഗസ്റ്റ് 9 മുതൽ 1977 ജനുവരി 20 വരെ.
ജിമ്മി കാർട്ടർ. ജിമ്മി കാർട്ടർ അമേരിക്കൻ ഐക്യനാടുകളുടെ 39ാമത്തെ പ്രസിഡന്റായിരുന്നു. 2002 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. പ്രസിഡന്റിന്റെ കാലാവധി 1977 ജനുവരി 20 മുതൽ 1981 ജനുവരി 20 വരെ. റൊണാൾഡ് റീഗൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 40ാമത് പ്രസിഡന്റായിരുന്നു റൊണാൾഡ് വിൽസൺ റീഗൺ എന്ന റൊണാൾഡ് റീഗൺ. ഒരു ചലച്ചിത്ര നടനായി ജീവിതം ആരംഭിച്ച അദ്ദേഹം പ്രസിഡന്റ് പദത്തിലെത്തുന്നതിന് മുമ്പ് കാലിഫോർണിയയുടെ ഗവർണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കാലാവധി 1981 ജനുവരി 20 മുതൽ 1989 ജനുവരി 20 വരെ. ജോർജ് H.W. ബുഷ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 41ാമത്തെ രാഷ്ട്രപതിയാണ് ജോർജ് ഹെർബർട്ട് ഓക്കർ ബുഷ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അംഗമായിരുന്നു. പ്രസിഡന്റിന്റെ കാലാവധി 1989 ജനുവരി 20 മുതൽ 1993 ജനുവരി 20 വരെ. ബിൽ ക്ലിന്റൺ. വില്യം ജെഫേഴ്സൺ ബിൽ ക്ലിന്റൺ അമേരിക്കൻ ഐക്യനാടുകളുടെ 42ാമത് രാഷ്ട്രപതിയായിരുന്നു. 12 വർഷത്തോളം അർക്കൻസ ഗവർണറായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ ക്ലിന്റൺ ജോർജ് എച്ച് ബുഷിനെ പരാജയപ്പെടുത്തിയാണ് 1993 രാഷ്ട്രപതിയായത്. പ്രസിഡന്റിന്റെ കാലാവധി 1993 ജനുവരി 20 മുതൽ 2001 ജനുവരി 20 വരെ. ജോർജ് W. ബുഷ്. ജോർജ് W. ബുഷ് അല്ലെങ്കിൽ ജോർജ് വാക്കർ ബുഷ് അമേരിക്കൻ ഐക്യനാടുകളുടെ 43ാമത്തെ പ്രസിഡന്റാണ്. 2001 ജനുവരി 20 പ്രസിഡന്റ് സ്ഥാനമേറ്റെടുത്തു. 2004 വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റിന്റെ കാലാവധി 2001 ജനുവരി 20 മുതൽ 2009 ജനുവരി 20 വരെ. ബറാക് ഒബാമ. ബറാക് ഹുസൈൻ ഒബാമ അമേരിക്കൻ ഐക്യനാടുകളുടെ 44ാമത് പ്രസിഡന്റായിരുന്നു. തുടർച്ചയായി 2 തവണ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ട്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പേ ഇല്ലിനോയി സംസ്ഥാനത്തു നിന്നുള്ള അമേരിക്കൻ സെനറ്റ് അംഗമായിരുന്നു. ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 45ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ജോൺ ട്രംപ്. ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും ടെലിവിഷൻ അവതാരകനുമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം 538 അംഗ ഇലക്ടറൽ വോട്ടിൽ 288 എണ്ണം നേടിയാണ് എതിർ സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയത്. ജോ ബൈഡൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ 46ാമത്തെ പ്രസിഡന്റാകും ജോ ബൈഡൻ. 1942 നവംബർ 20 ജോ ബൈഡന്റെ ജനനം. അതുപോലൊരു നവംബറിലാണ് അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് പ്രഥമ പൗരനായി എത്തുന്നതും. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ ബൈഡൻ 1973 മുതൽ 2009 വരെ ഡെലവെയറിൽ നിന്നുള്ള സെനറ്ററായിരുന്നു. 2009 മുതൽ 2017 വരെ അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായി. ബാരക് ഒബാമയായിരുന്നു അക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതിയാകും ബൈഡൻ.